പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനര നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇവരോടൊപ്പമാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവരുടെ അടുത്ത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അല്ലേ. ഇന്ന് കാലത്ത് ഭാഗ്യന്റെ ഒപ്പം കടയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നമ്മുടെ മില്ലറ്റ്സിന്റെ കുറുക്കാണ് കേട്ടോ. സംഭവം വളരെ എളുപ്പമാണ്. അത് കാരണം കൊണ്ട് എൻ്റെ ഒരു മടിപ്പരിപാടിയാണ് ഇവിടെ ഒതുങ്ങുന്നത്. എനിക്ക് ആവശ്യമില്ലാത്ത കാരണം കൊണ്ട്, എനിക്കത് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ ഭാഗ്യന്റെ പാത്രത്തേക്ക് ഒഴിച്ചു കേട്ടോ. ഇത് കഴിച്ചാൽ അപ്പം തന്നെ വയറ് നിറയും, 2 കവള് കുടിക്കുമ്പോഴേക്കും. അത് കാരണം കൊണ്ട് ഭാഗ്യന് വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ സോപ്പിട്ട് ആളെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പല്ല് 2 ഇഞ്ച് വീണ്ടും പൊന്തിയ എന്നെ കണ്ട ആരെങ്കിലും ചോദിക്കും കേട്ടോ, ഈ പല്ല് കെട്ടിച്ചതാണോ എന്ന്. ഇതുവരെ കെട്ടിയിട്ടില്ല. നല്ലൊരു ബന്ധം വന്നാൽ കെട്ടിച്ചു കൊടുക്കണം എന്നാ വിചാരിക്കണേ. ചളി അങ്ങോട്ട് വാരി പൂശല്ലേ. പുതിയ ലിപ്സ്റ്റിക്കും പുതിയ ബാഗും ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങാണ്. അമ്മ വടകര പോവാന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് കുറച്ച് ബാഗും ചെരുപ്പൊക്കെ മേടിക്കാൻ പോണേന്റെ അവിടെ നിന്ന് ഞാനും മേടിച്ചു കേട്ടോ 1-2 നമ്മുടെ പുത്തമ്പള്ളിയുടെ അവിടെ ഇപ്പൊ വലിയ സെയിലുകൾ നടക്കണത് ഈ റെന്റിങ്സ് അല്ലേ. അത് കാരണം ഒരുപാട് സാധനങ്ങൾ അവർ വിറ്റഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ട്രോഫിന്റെ നമ്മുടെ കൂടെ. അങ്ങനെ ശ്രീകുട്ടൻ ട്രോഫി ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാപ്പൻ അവിടെ പൊട്ടുവെള്ളരി പൊട്ടിക്കുന്നത് കണ്ടത്. കുറെ പേര് പറഞ്ഞായിരുന്നു കേട്ടോ, ഈ പൊട്ടുവെള്ളരി ഞങ്ങൾ കണ്ടിട്ടില്ലേ ശ്രീന്ന്. ഇതാ കണ്ടോളൂ, ഇതാണ് നമ്മുടെ പൊട്ടുവെള്ളരി. മഴ പെയ്തപ്പോൾ ആ കൃഷിക്ക് നാശം വന്നു എന്നതിന്റെ പേരിൽ പാപ്പൻ എല്ലാം പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 1-2 പൊട്ടിച്ച് നമ്മൾ എടുത്തു. ഇതിനെന്നറിയോ, KMBയിലത്തെ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടല്ലോ, അവർക്ക് ഇന്ന് പൊട്ടുവെള്ളരി കൊടുക്കാൻ. ഇതാണ് സാധാരണ വെള്ളരി, അതിന് നമ്മൾ കണി വെള്ളരി എന്ന് പറയും. ഈ അമ്മ നിന്ന് ചെയ്യുന്നതാണ് പൊട്ടുവെള്ളരി. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ റെസിപ്പി ഷെയർ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു, ട്രഡീഷണൽ ആയിട്ട് ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കുക ശ്രീജ എന്നൊന്ന് പറഞ്ഞിരുന്നു. എന്നാ പിടിച്ചോ, ചേച്ചിമാര് കമന്റ് ചെയ്ത കമന്റ് ബോക്സിൽ നിന്ന് പെറുക്കിയെടുത്ത ആ റെസിപ്പി കിട്ടോ. ഇതിന്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ആ ഒരു മാംസം മാത്രം നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. തൊലിയിലേക്ക് വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ പോരും. എന്നിട്ട് ആ കുരുവിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ അതൊന്ന് അരിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ പശുമ്പാല്, ഇതിപ്പോൾ നമ്മുടെ നല്ല കട്ടപ്പാല് ഷേക്ക് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, നാളികേരം ഇട്ട് കൊടുക്കുക, കുറച്ച് ശർക്കര പാവാക്കിയതോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം ശർക്കര കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി തരി കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ. ഏലക്കായും ജീരകം ഓപ്ഷണലാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എല്ലാവരും അംഗീകരിച്ചു എന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് എൻ്റെ ക്രീം ഒഴിച്ചിട്ടുള്ള പൊട്ടുവെള്ളരി ജ്യൂസാണ്. അതൊരു അടാറ് ടേസ്റ്റ് ആയിരുന്നു.